കാർഡാനോ കോയിൻ്റെ മോർ പൂളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിക്ക് എന്ത് കിട്ടുന്നത് നമുക്ക് നോക്കാം. ഒരു വ്യക്തി $100 മുതൽ $999 വരെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഡെയിലി 0.3% റിവാർഡായിട്ട് ലഭിക്കുക. ഓക്കെ, അങ്ങനെ മന്ത്ലി 9% അദ്ദേഹത്തിന് കിട്ടുക. ഇനി ആ വ്യക്തി $1000 മുതൽ $10,000 ഇടയിലുള്ള എമൗണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, മിനിമം 1000 മാക്സിമം 10,000 ചെയ്യുകയാണെങ്കിൽ ഡെയിലി 0.4% വെച്ചിട്ട്, അതായത് മന്ത്ലി 12% വെച്ചിട്ട് അദ്ദേഹത്തിന് റിവാർഡ് ലഭിക്കും. ഓക്കെ, ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഡബിളാണ് ഇതിൽ നിന്ന് മാക്സിമം ലഭിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ എമൗണ്ടിൽ ഒരു 15% ഇൻഷുർ വാലറ്റിലേക്ക് നമ്മൾ എക്സ്ട്രാ കൊടുക്കണം. അത് എന്തിനാണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു കലാമിറ്റി, ഒരു വേൾഡ് വാർ വരികയോ അല്ലെങ്കിൽ ഈ ട്രേഡിങ്ങിൽ എന്തെങ്കിലും വെയിൽ ആക്ടിവിറ്റീസൊക്കെ വരുന്ന സമയത്ത് മാർക്കറ്റ് ക്രാഷ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് സേഫായിട്ട് കമ്പനി നമുക്ക് തിരികെ തരും. അതിനു വേണ്ടി ഒരു 15% നമ്മൾ എക്സ്ട്രാ കൊടുക്കണം. ഈ 15% ഇൻഷുർ വാലറ്റിലേക്ക് കൊടുക്കുന്ന തുക 365 ദിവസം കഴിഞ്ഞാൽ നമുക്ക് തിരികെ ലഭിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി ഇതിൽ വർക്ക് ചെയ്യുന്ന അഫിലിയേറ്റ്സിന് എന്താണ് റിവാർഡ് കിട്ടുക നോക്കാം. 5 തരത്തിലുള്ള ഇൻകമാണ് ഇവിടെ പ്രധാനമായിട്ടും ഉള്ളത്. അതിൽ ഒന്നാമത്തെ ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡ്യൂസർ ബോണസാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളൊരു വ്യക്തിയെ റെഫർ ചെയ്യുന്ന സമയത്ത് ആ വ്യക്തി എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ 5% നമുക്ക് സ്പോട്ട് കമ്മീഷനായിട്ട് ലഭിക്കും. ഇനി സെക്കൻഡ് ലെവലിൽ 1%, തേർഡ് ലെവലിൽ 1%, ഫോർത്ത് ലെവലിൽ 1%, ഫിഫ്ത്ത് ലെവലിൽ 1%, അങ്ങനെ 5 ലെവലിൽ നിന്ന് മൊത്തം 9% കമ്പനി ഈ സ്പോട്ട് കമ്മീഷനായിട്ട് കൊടുക്കുന്നത്. രണ്ടാമത്തത് ടീം ഡെവലപ്മെൻറ്റ് ബോണസാണ്. ടീം ഡെവലപ്മെൻറ്റ് ബോണസ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ടീമിൽ 100 പേര് വരികയും 100 ഐഡികളാണ്, 100 വ്യക്തികളല്ല, 100 ഐ ഡി വരികയും ഈ ഐ ഡി ഒരു ലെഗിൽ നിന്ന്, ഒരു പവർ ലെഗിൽ നിന്ന് 50% കാൽക്കുലേഷൻ ചെയ്യുകയുള്ളൂ, 50 ഐ ഡിയും. ബാക്കിയുള്ള ലെഗുകളിൽ നിന്ന് 50 ഐ ഡിയും. അങ്ങനെ 100 ഐ ഡി വരികയാണെങ്കിൽ അന്ന് തൊട്ട് നമ്മുടെ ടീമിൽ എവിടെ ഒരു ബിസിനസ് പുതുതായിട്ട് ജനറേറ്റ് ചെയ്യുന്നോ ആ ബിസിനസ്സിന് നമുക്ക് 5% റിവാർഡായിട്ട് ലഭിക്കും. അതായത് സ്പോട്ട് കമ്മീഷനായിട്ട് ലഭിക്കും. അത് നമ്മുടെ ഡയറക്റ്റ് വരണമെന്നില്ല, ഇൻഡയറക്റ്റും വരണമെന്നില്ല, എവിടെയെങ്കിലും നമ്മുടെ ടീമിൽ എവിടെയെങ്കിലും വന്നാൽ മതി. ഏതെങ്കിലും ഇപ്പോൾ 100ാമത്തെ ലെവലിൽ, 101ാമത്തെ ലെവലിൽ ഒരു വ്യക്തി ഒരു $10,000 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് $500 റിവാർഡായിട്ട് ലഭിക്കും. അങ്ങനെ 300 പേരുടെ ടീമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെങ്കിൽ നമുക്ക് 8% ആവും. 1500 പേരുടെ ടീമാണ് ക്രിയേറ്റ് ചെയ്തെങ്കിൽ നമുക്ക് 10% ആവും ഈ സ്പോട്ട് കമ്മീഷൻ എന്ന് പറയുന്നത്. ഇനി മെഗാകോൺ എന്ന് പറഞ്ഞ റാങ്ക് എന്ന് പറഞ്ഞാൽ, ഇതിൽ ഈ ഹെക്ടാകോൺ എന്ന് പറഞ്ഞാൽ 1500 പേരുടെ ടീമിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഹെക്ടാകോൺ എന്നുള്ള റാങ്കിലേക്കാണ് പോകുന്നത്. ഹെക്ടോകോൺ, ഈ ഹെക്ടോകോണിൽ നമ്മുടെ ടീമിൽ 2 ഡിഫറെൻറ്റ് ലെഗിൽ നിന്ന് 2 ഹെക്ടോകോൺ ജനറേറ്റായി വന്നു കഴിഞ്ഞാൽ നമ്മൾ മെഗാകോൺ എന്നുള്ള ലെവലെത്തി. അങ്ങനെ വരുമ്പോൾ പിന്നെ നമുക്ക് ടോട്ടൽ ടീമിൽ നിന്ന് എവിടെ വന്നാലും നമുക്ക് ക്യാപ്പിംഗ് ഇല്ലാതെ, ഡിഫറൻസ് ഇല്ലാതെ 5% റിവാർഡ് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, അടുത്ത ഇൻകം എന്ന് പറയുന്നത് സൂപ്പർ റവന്യൂ ബോണസാണ്. സൂപ്പർ റവന്യൂ ബോണസ് എന്ന് പറയുന്നത് ഒരു ടയർ ഡിവിഡൻഡ് പോലെയാണ്. അതായത് ഇപ്പോൾ ഇതിൽ നമ്മൾ ഒരാളെ റെഫർ ചെയ്തു, ആ വ്യക്തി ഒരു $1000 ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഡെയിലി $4 റിവാർഡ് കിട്ടുമ്പോൾ അതിൻ്റെ 10% 0.4 നമുക്ക് കമ്മീഷനായിട്ട് ലഭിക്കും. അപ്പോൾ ആ വ്യക്തിക്ക് ഒരു മാസം $120 റിവാർഡായിട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് $12 കമ്മീഷനായിട്ടും ലഭിച്ചിട്ടുണ്ടാകും. അതേപോലെ സെക്കൻഡ് ലെവല് നമുക്ക് 8%, തേർഡ് ലെവലിൽ 6%, ഫോർത്ത് ലെവല് 2%, ഫിഫ്ത്ത് ലെവല് 2%, സിക്സ്ത്ത് ലെവല് 2%, സെവൻത്ത് ലെവല് 2%, എയ്ത്ത് ലെവല് വീണ്ടും 6%, 9ാമത്തെ ലെവല് 8%, 10ാമത്തെ ലെവല് 10%. ഇങ്ങനെയാണ് നമുക്കിതിൽ റിവാർഡ്. അതിൽ ഫസ്റ്റ് ലെവലിൽ നമുക്ക് റിവാർഡ് ലഭിക്കാൻ യാതൊരുവിധ ക്രൈറ്റീരിയയും ഇല്ല. സെക്കൻഡ് ലെവൽ മുതൽ നമുക്ക് ടോട്ടൽ ടീം വോളിയം, ബിസിനസ് വോളിയം 1000, 5000, 10000 അങ്ങനെ ഒരു റേഞ്ചിലേക്ക് വന്നാലാണ് ആ ലെവലിൽ നമുക്ക് ഇൻകം സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ഇൻകം എന്ന് പറയുന്നത് ലീഡർഷിപ്പ് റാങ്ക് ബോണസാണ്. ഇത് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, $10,000 ബിസിനസ് നമ്മുടെ ടീമിൽ വന്നു കഴിഞ്ഞാൽ അന്ന് തൊട്ട് നമ്മൾ അഡാ സ്റ്റാർട്ടർ എന്നുള്ള റാങ്കിലേക്ക് എത്തും. ആ റാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് $50 വെച്ചിട്ട് 10 ആഴ്ച സാലറി പോലെ ലഭിക്കും.
ഇനി നമ്മൾ 10,000-ൻ്റെ കൂടെ ഒരു 15,000 കൂടെ ആഡ് ചെയ്ത് 25,000-ൻ്റെ ബിസിനസ്സാണ് നമ്മുടെ ടീമിൽ വന്നതെങ്കിൽ നമുക്ക് $80 നമ്മുടെ സാലറി മാറും. ആ $50 കട്ടായിട്ട് 80 മാറും. ഇങ്ങനെ ഇത്തരത്തിൽ നമ്മൾ $10 കോടി ബിസിനസ് ടീമിൽ വെച്ചാൽ നമ്മുടെ വീക്കിലി സാലറി എന്ന് പറയുന്നത് $1,00,000 ആയിരിക്കും. അങ്ങനെ 60 ആഴ്ച നമുക്ക് ഈ $1,00,000 വെച്ച് കിട്ടും. ഈ ഒരു ഇൻകം മാത്രം നമുക്ക് നോക്കുകയാണെങ്കിൽ 54 കോടി രൂപ ഉണ്ടാവും. ഇനി അടുത്തത് ഗ്ലോബൽ പൂൾ ബോണസ് എന്ന് പറയും. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബൈനറി സിസ്റ്റം പോലെയാണ്. നമ്മളെ ടീമിൽ 2 ലെഗിൽ നിന്നായിട്ട് ഒരു 24 ഹവേഴ്സിൻ്റെ ഉള്ളിൽ $500 ബിസിനസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കമ്പനിയുടെ ടോട്ടൽ ROI കൊടുക്കുന്ന ടോട്ടൽ എമൗണ്ട് ഈ പൂളിലേക്ക് പോകും. അതിൻ്റെ 20% നിന്ന് ഒരു 4% ഓരോ പൂളിലേക്കും മാറ്റി വെച്ചിട്ടുണ്ട്. ഈ 4% നിന്ന് ഒരു പെർസെൻറ്റേജ് നമുക്കും കിട്ടും. അതായത് അത് ആ പൂളിൽ ആരൊക്കെയുണ്ടോ അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഈക്വൽ ഡിവൈഡ് ചെയ്താണ് കൊടുക്കുക. ഇത് നമ്മുടെ ടീമിലല്ല കേട്ടോ. ഇത് ഗ്ലോബലി കമ്പനിക്ക് എത്രത്തോളം ബിസിനസ് ഉണ്ടോ അല്ലെങ്കിൽ എത്ര ROI കൊടുക്കുന്നുണ്ടോ അതിൻ്റെ 20% മാറ്റി വെക്കുന്നത്. അതിൽ നിന്ന് 4%. അപ്പോൾ ഇത് വലിയൊരു എമൗണ്ട് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിൽ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു 100 പേര് നമ്മുടെ ടീമിൽ വന്നാൽ നമ്മൾ യൂണിക്കോൺ എന്നുള്ള റാങ്കിലേക്ക് എത്തും. എന്നാൽ നമ്മൾ വെറും 3 പേര് നമ്മുടെ ടീമിൽ വന്നാലും നമുക്ക് എക്സ്പ്രസ് യൂണിക്കോൺ റാങ്കിലേക്ക് എത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനെന്താ വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് 5,000 + 750 ഇൻഷുറൻസ് അങ്ങനെ $5,750 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സ്പ്രസ് യൂണിക്കോൺ എന്നുള്ള റാങ്കിലേക്ക് എത്തും. പിന്നെ 3 പേരെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുശേഷം 4ാമത്തെ ആൾ മുതൽ എവിടെ നമ്മുടെ ടീമിൽ എവിടെ ബിസിനസ് കയറുകയാണെങ്കിലും നമുക്ക് 5% സ്പോട്ട് കമ്മീഷൻ ലഭിക്കും. ഓക്കെ, ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റർക്ക് നല്ലൊരു നെറ്റ്വർക്കർ ആവാനുള്ള നല്ലൊരു ടീം ഡെവലപ്പർ ആവാനുള്ള ഒരു ഓപ്ഷനാണിത്. കാരണം ഒരു വ്യക്തിക്ക് 100 പേരടങ്ങുന്ന ടീമിനെ ക്രിയേറ്റ് ചെയ്തതിന് മുമ്പേ നമുക്ക് ഓരോ എൻട്രിക്കും 5% ഒരു ഡിവിഡൻഡ് കിട്ടുക അല്ലെങ്കിൽ കമ്മീഷൻ കിട്ടുക എന്ന് പറഞ്ഞത് നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, ഇതാണ് ഇതിൽ ഇനിയിപ്പോൾ നമുക്ക് പറയാനുള്ളത് ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് 2x ആണ്. അതായത് നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഇരട്ടിയാണ് ഇതിൽ നിന്ന് റിവാർഡായിട്ട് കിട്ടുക. നെറ്റ്വർക്കറെ സംബന്ധിച്ചിടത്തോളം 3x ആണ്, 3 ഇരട്ടിയാണ് കിട്ടുക. അത് കഴിഞ്ഞാൽ ആ വ്യക്തി ടോപ്പ് അപ്പ് ചെയ്യണം. പിന്നെ ഇതിൽ മിനിമം വിഡ്രോവൽ $10 അതേപോലെ തന്നെ നമുക്ക് വിഡ്രോ ചെയ്യുന്ന സമയത്ത് അടയായിട്ടാണ് കിട്ടുക. നമ്മളിതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ADA കോയിനാണ്, തിരിച്ച് കിട്ടുന്നതും ADA കോയിനാണ്. 2 അടയാണ് നമുക്ക് സർവീസ് ചാർജായിട്ട് വരുന്നത്. നമുക്ക് ഏറ്റവും ഗുണം എന്ന് പറയുന്നത് ഇത് ഏകദേശം 500ഓളം എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റഡാണ്. ബിനാൻസിലും വസീറക്സിലും CoinDCX-ലും കുക്കോയിനിലും അടക്കം കോയിൻ മാർക്കറ്റ് ക്യാപ്പിലും CoinGeekലും അടക്കം ഏകദേശം 500ഓളം എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡാണ്. അപ്പോൾ ഏത് സമയത്ത് നമുക്ക് വിഡ്രോ ചെയ്യാം, ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. നമുക്കതിൽ ടൈമും എടുക്കുന്നില്ല. നിമിഷ നേരം കൊണ്ട് വിഡ്രോ ചെയ്തിട്ട് നമുക്ക് USDTയോ BTCയോ വേറെ ഏതെങ്കിലും കോയിനാക്കിയിട്ട് മാറ്റി വെക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഇതിൽ ശരിക്ക് ഇപ്പോൾ അടയുടെ പ്രൈസ്